ചങ്ങനാശ്ശേരിയിൽ കന്യാസ്ത്രീക്ക് പീഡനം. സംഭവത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ആശുപത്രിയിലെ മുൻ ജീവനക്കാരൻ അറസ്റ്റിലായി. പൊൻകുന്നം സ്വദേശി ബാബു തോമസ് ആണ് അറസ്റ്റിലായത്. പ്രതിയെ ചങ്ങനാശ്ശേരി പോലീസാണ് പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ ജോസി ബാബു നൽകും. ജോസി, എപ്പോഴാണ് കന്യാസ്ത്രീക്ക് പീഡനം നേരിടേണ്ടി വന്നത്? എന്താണ് വിശദാംശങ്ങൾ? ധന്യ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ബാബു തോമസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ചങ്ങനാശ്ശേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം കന്യാസ്ത്രീ മാത്രമല്ല പരാതിക്കാരി, നിരവധി പരാതിക്കാരുണ്ട്. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ പ്രാഥമിക പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ പരാതിയിലാണ് ബാബു തോമസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചു, കൂടാതെ ഫോണിൽ അശ്ലീല സന്ദേശം അടക്കം അയച്ച് ബുദ്ധിമുട്ടിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇയാൾ സജീവമായി ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അതേസമയം ഇയാളെ പരാതിക്ക് പിന്നാലെ പുറത്താക്കിയെന്നാണ് സഭ മാധ്യമ വിഭാഗം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ ജീവനക്കാരൻ എന്ന നിലയിലാണ് ഇയാളെ പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം മറ്റ് കന്യാസ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരും ഈ പരാതിക്കിടയായ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സമാനമായ രീതിയിൽ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നും ചങ്ങനാശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് വൈകിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി ജോസി, എവിടെ വെച്ചാണ് ഈ പീഡനം ഉണ്ടായത്? അത് ഇവരുടെ മഠത്തിൽ വെച്ച് തന്നെയായിരുന്നു? ആശുപത്രിയിലെ HR മാനേജറായിരുന്നു പ്രതി. ആ ആശുപത്രിയിലെ HR മാനേജറായ പ്രതി നിരവധി ജീവനക്കാരും കന്യാസ്ത്രീകളുമായും ഒക്കെയും ഒരുമിച്ച് തൊഴിൽ ചെയ്യുന്ന ആളാണ്. ഈ നിലയ്ക്ക് ഉള്ള സൗഹൃദം, പരിചയം മുതലെടുത്ത് ഇയാൾ ഇവരെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നതാണ് പോലീസ് FIRലുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ആശുപത്രിയിലും മറ്റിടങ്ങളിലും വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങളിലൊക്കെയും പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. കൂടാതെ കന്യാസ്ത്രീകളുടെ അടക്കം രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു കന്യാസ്ത്രീയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. കൂടുതൽ കന്യാസ്ത്രീകൾ ഈ പീഡനത്തിൽ ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പേരുടെ പരാതിയും പോലീസിന് വാക്കാൽ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കും. കൂടാതെ മറ്റ് സ്ത്രീകളും സമാനമായ പരാതി ഇയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉച്ച മുതൽ നിരവധി തവണ പോലീസിന്റെ നിന്നും ഈ വിവരത്തിൽ ഒരു വ്യക്തത വരുത്താൻ പലരും ശ്രമിച്ചെങ്കിലും അതിൽ കൃത്യമായും ഒരു മറുപടി പറയാതെ പോലീസ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനൊക്കെ ശേഷം ഒടുവിലാണ് വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും നാളെ കോടതി നടപടികളിലേക്ക് കടക്കും. അറസ്റ്റ് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. എന്തായാലും കൂടുതൽ പരാതികൾ ഉണ്ടാകും. ചങ്ങനാശ്ശേരിയിലാണ് കന്യാസ്ത്രീക്കെതിരെ പീഡനമുണ്ടായത്. സംഭവത്തിൽ എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. അതിരൂപതയുടെ കീഴിലുള്ള ആശുപത്രിയിലെ മുൻ ജീവനക്കാരനാണ് അറസ്റ്റിലായത്.